ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്നറിയോ? മണിയറയൊക്കെ തന്നെയാ. പക്ഷെ പോകുന്ന വഴിക്ക് നമ്മളെ വണ്ടിക്കൊരു പ്രശ്നം പറ്റി. വണ്ടിയുടെ ടയറൊന്ന് പഞ്ചറായി. എൻ്റെ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ. വണ്ടിയുടെ പഞ്ചറെല്ലാം ഒട്ടിച്ചിട്ട് നമ്മൾ നേരെ ആദ്യം മണിയറയ്ക്ക് തന്നെ വന്നേ. ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. നമ്മളാ പോയത് ആപ്പിൾ ചായയിലേക്കാണ്. എല്ലാവർക്കും അറിയിപ്പാട് പുതിയതായിട്ട് വന്നത് ചായപ്പൊടിയാണ് ആപ്പിൾ ചായ. ഒരുപാട് ചായയുടെ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അപ്പം പൊളിച്ചതും അപ്പം മിക്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. നമ്മളൊരു ഹോർലിക്സും ഒരു പാലും വെള്ളം വാങ്ങി, ഒരു ചിക്കൻ റോളും കമ്മണി ഒരു ബർഗറും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിത് തോന്നി, ഇവിടെയെല്ലാം എപ്പം വരുന്നപ്പോൾ നമുക്ക് വേറെ എവിടെയും പോയി കൂടി എന്ന് പറഞ്ഞു കമ്മണി. അന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നിട്ട് അപ്പുറം മീൻകുഴി അണക്കെട്ടിൽ മഴയെല്ലാം പെയ്തതല്ലേ, അപ്പോൾ നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ കാണാൻ നല്ല രസമുണ്ടാവും. എന്നിട്ട് പോയതാണ് അങ്ങോട്ട്. പോകുന്ന വഴിക്ക് ഉപ്പിലിട്ടത് കണ്ടേരം അന്നേരം അവിടെ ചവിട്ടി അവിടെ നിർത്തി നമ്മൾ 2 ഉപ്പിലിട്ടതും വാങ്ങിയിട്ട് അത് നിന്നുകൊണ്ടാണ് അടുത്ത യാത്ര. മുന്നേ നമ്മൾ പോയതാണെങ്കിലും കറക്റ്റ് റൂട്ട് ഓർമ്മയില്ല. എന്നാലും ഒരിത് വെച്ച് ഇങ്ങനെ പോയി അവസാനം എത്തിയിട്ടാ. ഇതാണ് എൻ്റെ എൻട്രൻസ് വരുന്നേ, നോക്കിക്കോ. ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടാ. ഇതൊരു ഡാം പോലെയാണ്. ഇതിലൊരു വണ്ടി എടുക്കരുത്. എന്തോ ഒഴുകിയിട്ട് വരുന്ന നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ് ഗൈസ്. അപ്പുറത്തേക്ക് എന്നാ ഇല്ല നമുക്കറിയില്ല. നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കാം. ഫോട്ടോ നിർത്തിട്ടാ വീഡിയോ ഓൾറെഡി. ഇത്രയും ദൂരം നമ്മൾ നടന്നിട്ട് വന്നു. നല്ല ജോറായിട്ട് വ്ളോഗെല്ലാം എടുക്കുന്നത്. അന്നേരം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചെക്കനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം ഓനോട് വർത്താനെല്ലാം പറഞ്ഞിട്ടിരുന്നു. കുറച്ച് നേരം അടുത്ത വെള്ളമെല്ലാം പോകുന്നെല്ലാം നോക്കിയിട്ട് നിന്നിട്ട് നമ്മൾ ഒന്നും കൂടി അങ്ങോട്ട് പോകാൻ നിൽക്കണം. നല്ല വെള്ളമൊന്നുമില്ല, ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ് കേട്ടോ. നമ്മൾ ആ പാലം കടന്നിട്ട് അപ്പുറം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തേക്ക് തിരിച്ചു വരുന്നേ. നല്ല മരമെല്ലായിട്ട് നല്ല സുഖമാണ്, നല്ല തണലാണ് അവിടെ. കണ്ടാൽ പിന്നെയും പോകാൻ തോന്നുന്ന നല്ല സ്ഥലം തന്നെയാണ്. നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഇപ്പോൾ വെറുതെ വന്നിരിക്കാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയ നല്ല സ്പോട്ടാണ് കേട്ടോ.
അണക്കെട്ടിലേക്ക് എറിയാൻ പോവാണ്. നമുക്ക് എറിയാം. നേരെ നിൽക്കുമോ നിൽക്കറിയില്ല. നമുക്ക് എറിഞ്ഞോക്കാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല അത് കാണാൻ. വീഡിയോയിലത്തെ പോലെയല്ല കേട്ടോ. നല്ല മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ എന്നാലും ഇവിടെ ഒന്ന് വരേണ്ടത് നന്നായിരിക്കും കേട്ടോ. നല്ല അത്ര നാളില്ലാന്നുണ്ടെങ്കിലും മണിയറത്തെ പോലെയല്ല കേട്ടോ ഇവിടെ. പക്ഷെ അത്യാവശ്യം ആളുണ്ടെന്ന് പറയാം. ഇവിടെ നിൽക്കാം കേട്ടോ. പക്ഷേ ഇവിടെ പുഴയുണ്ട്. സാധനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് അവർ മീൻ പിടിക്കാൻ പോകുന്നിടത്തേക്ക് നമുക്ക് പോവാം. വാ, നമുക്ക് അവർ മീൻ പിടിക്കുന്നിടത്തേക്ക് നമുക്ക് പോകാം കേട്ടോ. വാ, അവിടെ നിന്നാണ് അവർ മീൻ പിടിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഗായ്സ്, അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ അതാ ഇപ്പുറത്തെ സൈഡത്തെ അണക്കെട്ടല്ലേ, അണക്കെട്ടിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാല്ലേ. വാ, നല്ല ബ്യൂട്ടിഫുൾ നൈറ്റ്സ് പ്ലേസ് ആണിത്. ഫ്ലക്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അർജൻറ്റീനേൻ്റെയും ബ്രസീലിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അർജൻറ്റീനേൻ്റെ അങ്ങപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അണക്കെട്ട് നല്ല നൈസായിട്ടുണ്ടല്ലേ. അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇരിക്കാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ. വാടാ സയനെ, കുറേ ശില്പം. നമ്മൾ അന്ന് ഇവിടുന്ന് പൂവ് പറിച്ചല്ലോ സയനെ, ഇവിടുന്ന് അന്ന് പൂവ് പറിച്ചില്ല അമ്മ. അപ്പം കുറേ ശില്പങ്ങളുണ്ട് കേട്ടോ. ഒന്ന് മാത്രമല്ല, കുറേ എണ്ണുണ്ട്. നിരനിരയായിട്ട് കാണാം. എഴുതി അവർ പേരൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നാരായണൻ, നരീകം, അങ്ങനെയല്ല ആരൊക്കെ എഴുതി. 2026 കേട്ടോ. 6 തന്നെയാണ് ഇത്. എന്നാണ് എനിക്കിതൊന്നും തിരിയുന്നില്ല. കുറേ എണ്ണുണ്ട്. ഒരു നൈസ് പ്ലേസ് ആണ് കേട്ടോ. ഇതിൽ കാണുന്ന വല്ലൊന്നുമല്ല, ഇതിനേക്കാളും അടിപൊളിയാണ് ഗായ്സ്. കുറേ ആളുണ്ട് ഇവിടെ. പറയും പോലെയല്ല കേട്ടോ, നല്ല രസമുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ ഫ്ലക്സ് ഉണ്ടെന്ന്. വണ്ടിയൊക്കെ ആ ഒരു പാലത്തുമ്മലാണ്. നമ്മൾ ഇതിലേക്കൂടി ഒരു പാലത്തുമ്മലാണ് നല്ലത്. അതിലേക്കൂടി വണ്ടിയൊക്കെ പോകും കേട്ടോ. നമുക്കിവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. സ്റ്റെപ്പുണ്ട്. ഫാനൊരു ഹായ് പറയ്. ഇങ്ങോട്ട് കുളത്തിൽ ഇതിൽ കല്ലെറിയാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ കയറി. ഒന്നാമത്തെ ഉന്നം ശരിയാണ്. കുറച്ച് നേരം ഓളെ വ്ളോഗിങ്ങെല്ലാം കേട്ടില്ലേ, കൺമണിയുടെ ഒരാഗ്രഹം വ്ളോഗ് ചെയ്യണമെന്ന്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. ആണെന്ന് വരാനും തോന്നുന്നുണ്ടായിട്ട് നല്ല സുഖം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമില്ല, ഫുഡ് സ്പോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ജസ്റ്റ് നമുക്ക് ആ ഒരു ആംബിയൻസ് നമുക്ക് നല്ല ഇഷ്ടമുണ്ടാവും. മതി. I love you too. കുറച്ചൊരു ആടെല്ലാം കറക്കിയിട്ട് നമ്മൾ തിരിച്ചു പോലായിട്ടാ. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഉണ്ണിക്കാനായിൻ്റെ വീടെല്ലാം ഉണ്ട്. ഉണ്ണിക്കാനായിനെ അറിയില്ല, നമ്മൾ കേരളത്തിലെ പ്രശസ്ത ശില്പിയും ചിത്രകാരനുമാണ്. അപ്പോൾ പ്രകൃതിയോടും മനുഷ്യജീവിതത്തോടും ബന്ധപ്പെട്ട ആശയങ്ങൾ തൻ്റെ ശില്പങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധേയനായിട്ടുള്ളത് കേട്ടോ. ഉണ്ണിക്കാനേൻ്റെ ഏറ്റവും പ്രശസ്തമായ ശില്പമാണ് ഇതാ മഞ്ജുള ഗുരുവായൂരിൽ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 5200 കിലോളം വരുന്ന ശില്പമാണത്. വെങ്കലത്തിലാണ് നിർമ്മിച്ചത്. അടുത്ത പ്രശസ്തമായ ശില്പം എന്ന് പറയുന്നത് ഇപ്പോൾ SBBയുടെ 10 അടി വരെയുള്ള ശില്പം, വെങ്കല ശില്പം. മലയാള ചലച്ചിത്ര പിന്നണി ഗായകരുടെ സംഘടനയായ സമം മുൻകൈയെടുത്താണ് ഈ സ്മാരകം നിർമ്മിച്ചത്.
പിന്നെയും കുറേ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ണിക്കാനായി. എല്ലാം കാണിക്കാനിവിടെ സ്ഥലമില്ല. അപ്പോൾ അടുത്തത് ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയണേ. എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ബൂമറും വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ബൂമർ വാങ്ങുന്ന വീഡിയോയിൽ ചേട്ടൻ സയാനൊരു എക്സ്ട്രാ ബൂമറും കൊടുത്തിന് കേട്ടോ. ഇനിയും ഇങ്ങനത്തെ ലോങ് വീഡിയോ ഇടാം കേട്ടോ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.